ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്കായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ബേസിക്സ് ആണ്. വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സലിൻ്റെ ഒരു ബേസിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി എന്താണ് വർക്ക്ഷീറ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എ വർക്ക്ഷീറ്റ് ഈസ് എ സിംഗിൾ സ്പ്രെഡ്ഷീറ്റ് പേജ് വിത്തിൻ എ വർക്ക് ബുക്ക്. അപ്പോൾ എന്താണ് ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ അകത്ത് വരുന്ന ഒരു സിംഗിൾ ഷീറ്റിനെയാണ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡാറ്റകളെല്ലാം ടൈപ്പ് ചെയ്ത് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? വർക്ക്ഷീറ്റിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ്. സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആയിരിക്കും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ റോസും കോളംസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? വർക്ക്ഷീറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. എന്താണ് വർക്ക്ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പ്രെഡ്ഷീറ്റ് പേജിനെയാണ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഈ വർക്ക്ഷീറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? വർക്ക് ബുക്കിനുള്ളിലാണ് കേട്ടോ. വർക്ക് ബുക്ക്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് വർക്ക് ബുക്ക് എന്ന് ചോദിച്ചാൽ പറയുക കളക്ഷൻ ഓഫ് വർക്ക്ഷീറ്റ്സ് ആർ കാൾഡ് വർക്ക് ബുക്ക്. ഒരു കൂട്ടം വർക്ക്ഷീറ്റുകൾ കാണാൻ സാധിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ നമുക്ക് വർക്ക് ബുക്ക് എന്ന് പറയാം. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫയലാണ്, ഒരു എക്സൽ ഫയൽ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഒരു വർക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 10, 20 ഒക്കെ വർക്ക്ഷീറ്റുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എ വർക്ക്ഷീറ്റ് ഈസ് എ സിംഗിൾ സ്പ്രെഡ്ഷീറ്റ് പേജ് വിത്തിൻ എ വർക്ക് ബുക്ക്. ഈ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫയലാണ് കേട്ടോ. എന്തിനാണിത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഓർഗനൈസ്, അനലൈസ് ആൻഡ് സ്റ്റോർ ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ റോസിനകത്തും കോളംസിനകത്തും ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്യുവാനും അനലൈസ് ചെയ്യുവാനും സ്റ്റോർ ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക്ഷീറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വർക്ക്ഷീറ്റിനകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം റോസിലും കോളംസിലും ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത്. ഈ ടൈപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് വിവിധ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, അതേപോലെ തന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഇതെല്ലാം വളരെ പോപ്പുലറായിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. അതിൽ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ വർക്ക് സ്പേസിൻ്റെ ഭാഗമാണ്. ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സൽ അല്ലെങ്കിൽ വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. അത് ഗൂഗിൾ വർക്ക് സ്പേസിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഗൂഗിൾ വർക്ക് സ്പേസിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇതെന്താണ്? ക്ലൗഡ് ബേസ്ഡ് ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിന് ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഗൂഗിൾ വർക്ക് സ്പേസിൻ്റെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്സ് കേട്ടോ. ഗൂഗിൾ ഡോക്സ് മനസ്സിലാക്കുക. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിന് ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഒരു ഗൂഗിൾ വർക്ക് സ്പേസ് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? എക്സൽ, ഗൂഗിൾ ഷീറ്റ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ഓപ്പൺ ഓഫീസ് കാൽക്ക്, എക്സെട്ര. ഒരു വർക്ക്ഷീറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നോക്കാൻ പോകുന്നത്. വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. വളരെ കുഞ്ഞു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ അതിനുശേഷം ഒരു പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഇൻ്റർഫേസ് കിട്ടും. അവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വർക്ക് ബുക്ക് ഓപ്പൺ ആയി വരും. ആ വർക്ക് ബുക്കിൽ ഒരു വർക്ക്ഷീറ്റ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വർക്ക്ഷീറ്റിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം ടൈപ്പ് ചെയ്യുന്നത്. ആവശ്യമായിട്ട് വരുന്ന ഡാറ്റകളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സേവാസ് കൊടുക്കാം. സേവാസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ടറിയിൽ ആ ഒരു വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ബുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇനി എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലില് പുതിയ വെർഷൻ പ്രകാരം നമ്മളൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഒറ്റ വർക്ക്ഷീറ്റ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ.
പിന്നീട് പുതിയ വർക്ക്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഷീറ്റ് 2ഉം ഷീറ്റ് 3ഉം ഷീറ്റ് 4ഉം ഒക്കെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന ഓരോ ഷീറ്റിൻ്റെയും ലേബൽ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ആ ഒരു സീക്വൻസിലായിരിക്കും. ഈ ഓരോ ഷീറ്റിൻ്റെയും പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ഷീറ്റ് 1 അല്ലെങ്കിൽ ഷീറ്റ് 2 എന്ന് കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് റീനെയിം ചെയ്ത് പുതിയ പേര് കൊടുക്കേണ്ട ഓപ്ഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ പേരുകൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറയുന്ന ഓരോ ഷീറ്റിൻ്റെയും പേര് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പറയുക മാറ്റാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഡിഫോൾട്ടായിട്ടൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒറ്റ ഷീറ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമുക്ക് പുതിയ ഷീറ്റുകൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മറ്റൊരു കാര്യം പറയാനുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സൽ 2007 വെർഷൻ പ്രകാരം ഡിഫോൾട്ടായിട്ട് 3 ഷീറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 ഷീറ്റുകളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, കൂടുതൽ ഷീറ്റ് ആവശ്യമെങ്കിൽ ഷീറ്റ് 4 മുതൽ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. എന്നാൽ പുതിയ വെർഷൻ പ്രകാരം ഒറ്റ ഷീറ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വർക്ക്ഷീറ്റ് ലേഔട്ട് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ് അല്ലേ, കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. അതിൽ എന്താണ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ്, ഇതാണ് റോസ് എന്ന് പറയുന്നത്. റോസ്, ഈ ഓരോ റോസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ന്യൂമറിക്കൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. 1, 2, 3, 4, 5 ഇങ്ങനെ ന്യൂമറിക്കൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ റോയിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ലൈൻസ് ആണ് കോളംസ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ കോളത്തിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ABC ആ ഒരു സീക്വൻസിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് ഓരോ കോളംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഈ കോളം നെയിമായ ABC ഒക്കെ കാണാൻ സാധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുക കോളം ഹെഡർ കേട്ടോ. കോളം ഹെഡറിലാണ് ആ കോളത്തിൻ്റെ പേരായ ABC എന്ന് പറയുന്ന ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ലേബിൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റോസിനെ ലേബിൾ ചെയ്തിരിക്കുന്ന 1, 2, 3, 4, 5 എന്ന് പറയുന്ന ആ ഒരു ന്യൂമറിക്കൽ നമ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോ ഹെഡറിലാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതുപോലെ തന്നെ സെൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഒരു പർട്ടിക്കുലർ ഒരു കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെല്ല് എന്ന് പറയുന്നത് കേട്ടോ. ഒരു കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് എന്തെന്ന് പറയാം, ഒരു സെല്ല് എന്ന് പറയാം. ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളം, ഇതിന് നമുക്ക് സെല്ലെന്ന് പറയാം. നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റിനകത്ത് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സെല്ലിനകത്താണ്. ഒരു സെല്ല് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തോ, കീബോർഡിലെ ആരോ കീ പ്രസ് ചെയ്തോ, എൻ്റർ കീ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്തോ ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ്, ഡാറ്റാസ് ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ ഓരോ സെല്ലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു സെൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. സെൽ അഡ്രസ്സ്, എല്ലാ സെല്ലുകൾക്കും എന്തുണ്ട്, സെല്ല് അഡ്രസ്സ് ഉണ്ട്. ഈ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സെല്ല് കിടക്കുന്ന കോളത്തിൻ്റെയും റോ നമ്പറിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഉദാഹരണത്തിന് ഇതാ ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് A1 ആണ്. അതായത് A എന്ന് പറയുന്ന കോളത്തിലും 1 എന്ന് പറയുന്ന റോയിലുമാണ് ആ ഒരു സെല്ല് കിടക്കുന്നത്. ഇതാണ് ആ ഒരു പർട്ടിക്കുലർ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി ഞാനിതാ ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സാണ് ഞാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ C എന്ന് പറയുന്ന കോളത്തിലും 4 എന്ന് പറയുന്ന റോയിലുമാണ് ആ സെല്ല് കിടക്കുന്നത്. സോ C4 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിനകത്ത് കിടക്കുന്ന ഓരോ സെല്ലിനെയും ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കുവാനായി എന്തുണ്ട്, സെല്ല് അഡ്രസ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് ഈസ് സെല്ല് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ കാൾഡ് സെൽസ്. കണ്ടമാനം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന LD ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകൾക്കെല്ലാം PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ റേഞ്ച്. എന്താണ് ഈ സെൽ റേഞ്ച് എന്ന് പറയുന്നത്? സെൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെലക്റ്റഡ് സെൽസ്, അതായത് ഒരു കൂട്ടം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലുകളെയാണ് സെല്ല് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. സെല്ല് റേഞ്ച് എന്ന് പറയുന്നത്
അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെലക്റ്റഡ് സെല്ലിനെ നമുക്ക് എന്ന് പറയാം സെൽ റേഞ്ച് എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾക്കകത്തായിട്ടായിരിക്കും കിടക്കുന്നത്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡാറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് അത്രയും സെല്ലുകൾ നമ്മൾ മൗസ് ഉപയോഗിച്ച് ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെ നമുക്ക് സെല്ല് റേഞ്ച് എന്ന് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. നമ്മൾ സെല്ല് റേഞ്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സെൽ അഡ്രസ്സ് നമുക്ക് അഡ്രസ് ബാറിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ ഫോർമുല ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോസ് ഡാറ്റ ഓർ ഫോർമുല ഇൻ എ സെലക്ടഡ് സെൽ. ഒരു സെലക്ടഡ് സെല്ലിനകത്ത് എന്തോ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുലാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാറാണ് എന്തെന്ന് പറയുന്നത്, ഫോർമുല ബാർ എന്ന് പറയുന്നത്. എക്സലിൽ നമുക്ക് ഫോർമുല കൊടുക്കാം കേട്ടോ, വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ഫോർമുല കൊടുക്കാം. ഏതൊരു ഫോർമുല കൊടുത്താലും ഫോർമുല കൊടുക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്തിരിക്കണം. ഈക്വൽ ടു A1 + B1, അതായത് A1 എന്ന് പറയുന്ന സെല്ലിനകത്ത് കിടക്കുന്ന വാല്യൂവും B1 എന്ന് പറയുന്ന സെല്ലിനകത്ത് കിടക്കുന്ന വാല്യൂസിനെയും തമ്മിൽ കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു സിമ്പിൾ ഫോർമുലയാണിത്. ഏതൊരു ഫോർമുലയാണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോർമുല എഴുതുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഒരു ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇതും മുൻവർഷ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ എഴുതുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഈക്വൽ ടു സിമ്പിൾ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഏത് സിമ്പിളാണ് ഇടേണ്ടത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെയിം ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ് ദ അഡ്രസ് ഓഫ് ദ ആക്റ്റീവ് സെൽ. നമ്മളൊരു പർട്ടിക്കുലർ സെല്ല് ആക്റ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ, മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ അഡ്രസ്സ് കാണിക്കുവാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് നെയിം ബോക്സ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഒരു സെല്ല് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആക്റ്റീവായി കിടക്കുന്ന സെല്ലിൻ്റെ 4 വശത്തും ഒരു ബോൾഡ് ഡാർക്ക് ഗ്രീൻ കളർ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. പഴയ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 വെർഷനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തിക്ക് ലൈനായിരിക്കും ഔട്ട്ലൈനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പുതിയ വെർഷൻസ് പ്രകാരം ഡാർക്ക് ഗ്രീൻ ലൈനായിരിക്കും 4 വശത്തും ഔട്ട്ലൈനായി കിടക്കുന്നത്. എങ്കിൽ സെല്ല് ആക്റ്റീവ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വപ്ന ജോലി നേടിയെടുക്കാം CCയോടൊപ്പം. അതായത് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ സിലബസ് അറിയാമല്ലോ. ആ സിലബസിന് അനുസൃതമായിട്ട് വിവിധ അധ്യാപകരെടുത്ത റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട്. അധ്യാപകരോട് നിങ്ങൾക്ക് ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെ പഠിക്കാം. അതുപോലെ തന്നെ വീക്ക്ലി മോഡൽ എക്സാം, എല്ലാ ആഴ്ചയിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മോഡൽ എക്സാംസ് ഉണ്ടാവും. മോഡൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് മുൻവർഷ PSC പരീക്ഷകളിൽ ചോദിച്ച പല ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പല ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയായിരിക്കും. സോ മോഡൽ പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തന്നെ വിലയിരുത്താം. ഞാൻ ഏതുവരെ പഠിച്ചെത്തിയിട്ടുണ്ട്, എന്താണ് എൻ്റെ സ്റ്റാറ്റസ്, ഈ ഒരു ആക്ച്വൽ പരീക്ഷ എഴുതിയാൽ ഞാൻ എത്ര മാർക്ക് വാങ്ങിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് മെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൊറി ഹാൻഡ്ലിംഗ്, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ ഏത് സമയത്തും മെൻറ്ററിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോടും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനെ ഒക്കെ തന്നെ സജസ്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഒക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക 8921440580. സോ എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുക, ജോലി നേടുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നമ്മുടെ വർക്ക്ഷീറ്റിനകത്ത് ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യും എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് നോക്കാം. നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കാര്യമാണ്. ഒരു ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സെല്ല് ആക്റ്റീവ് ആവും. ശേഷം നിങ്ങളുടെ ഡാറ്റ ടൈപ്പ് ചെയ്യുക. ഡാറ്റ നമുക്ക് ടെക്സ്റ്റൽ ഡാറ്റയോ നമ്പറോ ഫോർമുലയോ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഫോർമുല ടൈപ്പ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഫോർമുല ടൈപ്പ് ചെയ്യാവൂ. ദെൻ പ്രസ് എൻ്റർ ടു മൂവ് ഡൗൺ ഓർ ടാബ് ടു മൂവ് റൈറ്റ്. നമുക്ക് ഒരു സെല്ലിൽ നിന്നും തൊട്ട് താഴത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാവുന്നതാണ്. അതല്ല, നമ്മൾ നിൽക്കുന്ന സെല്ലിൽ നിന്നും തൊട്ട് അടുത്ത റൈറ്റ് സൈഡിലേക്കുള്ള സെല്ലിലേക്ക് മൂവ് ചെയ്യുവാനായിട്ട് ടാബ് കീയും നമുക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രസ് എൻ്റർ ടു മൂവ് ഡൗൺ ഓർ പ്രസ് ടാബ് ടു മൂവ് റൈറ്റ്. ഓക്കെ, ദെൻ യൂസ് Ctrl+ arrow keys to navigate quickly.
അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ സെൽസിനെയും നാവിഗേറ്റ് ചെയ്യുവാനായിട്ട് കൺട്രോൾ കീയും ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോ കീയും പ്രസ് ചെയ്യുക. അപ്പ്, ഡൗൺ, റൈറ്റ്, ലെഫ്റ്റ്, വ്യത്യസ്ത തരത്തിലുള്ള ആരോ കീസ് ഉണ്ടല്ലോ. ദെൻ ഡേറ്റ, നമുക്ക് എക്സലിൽ പലതരത്തിലുള്ള ഡേറ്റാസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ലേബൽസ്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, വാല്യൂസ് ടൈപ്പ് ചെയ്യാം, ഫോർമുലാസ് ആണെങ്കിൽ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്ത് നമുക്ക് ഫോർമുലാസ് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് താഴെയും പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് സെല്ലിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആൽഫബറ്റ്സ്, ന്യൂമറിക്സ്, ഫോർമുലാസ്, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കറൻസീസ്, വ്യത്യസ്ത തരത്തിലുള്ള കറൻസീസ് അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സൽ സെല്ലിനകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിയും കേട്ടോ. എഡിറ്റിംഗ് ഡേറ്റ ഇൻ എ വർക്ക്ഷീറ്റിനകത്ത് ഡേറ്റ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഡേറ്റ എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. എവിടുത്തെ ഏത് സെല്ലിനകത്തുള്ള ഡേറ്റയാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സെല്ല് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് അവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫോണ്ട് ടൈപ്പും അതുപോലെ തന്നെ കളറും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, സൈസും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെൽസിലും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സെല്ലിനെ സാധാരണഗതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്, കളേഴ്സ് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കട്ട്, കോപ്പി, പേസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വർക്ക്ഷീറ്റിനകത്തും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ആ സെയിം ഷോർട്ട് കട്ട്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. അൺഡു, റീഡു പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഡിലീറ്റ് കീ അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ഉപയോഗിച്ച് അതിനകത്തുള്ള ഡാറ്റാസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദെൻ വർക്ക്ഷീറ്റിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫോണ്ടിൻ്റെ സൈസ്, ഫോണ്ട് കളറ്, ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് ടൈപ്പും ഒക്കെ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ സെല്ലിൻ്റെ കളറ്, വ്യത്യസ്ത കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു സെല്ലിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള അലൈൻമെൻറ്റ്സും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം. അതേപോലെ റാപ്പ് ടെസ്റ്റ്, ഇതാണ് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. എന്താണ് ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്? റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 2 സെല്ലാണ്. ഞാൻ ഈ സെല്ലിനകത്ത് കുറേ കണ്ടൻറ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ സെല്ലിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ലെങ്ത്തിലുള്ള ഡാറ്റ വരികയാണെങ്കിൽ തൊട്ടടുത്ത സെല്ലിൽ ഇങ്ങനെ ചാടി പോകുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. റാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്പുറത്ത് ചാടിപ്പോയ ഡാറ്റയും കൂടി ഈ ഒരു സെല്ലിനകത്ത് ഇൻക്ലൂഡഡ് ആകും. പിന്നീട് ആ ഒരു സെല്ലിനകത്ത് മാത്രമേ ആ ഒരു ഡാറ്റ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്പർ ഫോർമാറ്റ്സ്, വ്യത്യസ്ത തരത്തിലുള്ള നമ്പർ ഫോർമാറ്റുകളും അവൈലബിൾ ആണ്. കറൻസീസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഡോളർ, പിന്നെ യൂറോ, പിന്നെ റുപ്പി, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കറൻസി സിമ്പലുകൾ നമുക്ക് ഈ സെല്ലുകൾക്കകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ഡേറ്റ, വ്യത്യസ്ത ഫോർമാറ്റുകളിൽ സെല്ലിനകത്തുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടൂൾ ബാറിനകത്ത് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. ആ മെനുവിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഓരോ സെല്ലുകൾക്കകത്തും ഏത് തരത്തിലുള്ള ഡാറ്റാസ് ആണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അതെല്ലാം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയേണ്ടത് ഇൻസേർട്ടിങ് ആൻഡ് ഡിലീറ്റിങ്. ഇപ്പോൾ പുതിയ റോസും കോളംസ് ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ദ റോ നമ്പർ ഓർ കോളം ലെറ്റർ, ദെൻ ഇൻസേർട്ട്. നമുക്ക് എവിടെയാണോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ABC, എനിക്ക് ഒരു പുതിയ കോളം ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. എനിക്ക് ഈ സിയുടെ മുന്നേ ബിക്കും സിക്കും ഇടയിൽ പുതിയ ഒരു കോളം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരു കോളത്തിൻ്റെ ഹെഡറിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിക്കും സിക്കും ഇടയിൽ എനിക്ക് പുതിയ ഒരു കോളം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പുതിയതായിട്ട് വരുന്ന കോളത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് സി ആയി മാറുകയും ഇത് ഡി ആയി മാറുകയും ചെയ്യും കേട്ടോ. അതനുസരിച്ച് ബാക്കിയുള്ള കോളം നമ്പേഴ്സ് എന്ത് ചെയ്തോളും, മാറിക്കോളും. അതുപോലെ തന്നെ റോസിലും കേട്ടോ, ഏത് റോയുടെ മുകളിലാണോ എനിക്ക് പുതിയ റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ റോ ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇൻസേർട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പുതിയ റോസും കോളംസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ ഒരു ഷീറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷീറ്റിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ ഒരു വർക്ക്ഷീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ റോസും കോളംസും സെലക്ട് ചെയ്യാനായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒരു പർട്ടിക്കുലർ റോ അല്ലെങ്കിൽ കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോസും കോളംസും മൊത്തത്തിൽ എനിക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഏത് കോളം ഹെഡറിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു കോളം അല്ലെങ്കിൽ ആ ഒരു റോ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലിയർ കണ്ടൻസ്, ഒരു സെല്ലിനകത്തുള്ള കണ്ടന്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ സെല്ല് ക്ലിക്ക് ചെയ്യുക, ശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിനകത്തുള്ള കണ്ടന്റ് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് അഡ്ജസ്റ്റിംഗ് ലേഔട്ട്. നമുക്ക് കോളംസും റോസും റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് രണ്ട് രീതിയിൽ റീസൈസ് ചെയ്യാം. നമുക്ക് കോളം അല്ലെങ്കിൽ റോയുടെ എഡ്ജിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വലിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് കോളത്തിൻ്റെ വിട്ട് കൂട്ടുവാനും റോയുടെ ഹൈറ്റ് കൂട്ടുവാനും സാധിക്കും. അല്ലെങ്കിൽ ഓട്ടോ ഫിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പർട്ടിക്കുലർ കോളത്തിൻ്റെ സൈസ് ഓട്ടോ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് മൗസ് പോയിന്റർ കൊണ്ടുവന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ അകത്ത് ഓരോ സെല്ലിനും കിടക്കുന്ന കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോളത്തിൻ്റെ വിട്ട് എനിക്ക് ഓട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ട് റോസിന് ഇടയിൽ രണ്ട് റോസ് ഉണ്ടെങ്കിൽ ഈ റോസിനിടയിൽ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹൈറ്റും ഇതേപോലെ ഓട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മെർജ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സെല്ലുകളെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സെല്ലാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഇതിനെയാണ് മെർജ് സെൽസ് എന്ന് പറയുന്നത്. ദെൻ ഫ്രീസ് പെയിൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഫ്രീസ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ റോ സ്ക്രോൾ ചെയ്യാതെ ഫിക്സഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്യും? യൂസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ വലിയൊരു വർക്ക്ഷീറ്റാണ് എന്ന് വിചാരിക്കുക. വലിയൊരു വർക്ക്ഷീറ്റാണ്. നമ്മൾ ഇതിനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഹെഡിങ്സ് എന്ത് ചെയ്യും? ഹെഡിങ്സും കൂടി സ്ക്രോളായി മുകളിലേക്ക് കയറി പോകും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ താഴെ കിടക്കുന്ന ഡാറ്റ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഡാറ്റയാണെന്ന് അറിയാൻ കഴിയില്ല. അത് ഒഴിവാക്കുവാനായിട്ട് ഏറ്റവും മുകളിൽ കിടക്കുന്ന റോ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് മൂവ് ആവത്തില്ല. ഈ താഴെയുള്ള ഡാറ്റകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്ക്രോൾ ചെയ്ത് മൂവ് ആവുകയുള്ളൂ. അപ്പം ഏറ്റവും മുകളിലുള്ള കോളം, ഏറ്റവും മുകളിലുള്ള റോ അല്ലെങ്കിൽ ഏറ്റവും ആദ്യമുള്ള കോളം ഫ്രീസ് ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫ്രീസ് പെയിൻ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയുക, വ്യൂ ടാബിൽ നിന്നാണ് ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഫ്രീസ് പെയിൻ എന്ന് പറഞ്ഞാൽ കീപ് റോസ് ഓർ കോളംസ് വിസിബിൾ വൈൽ സ്ക്രോളിംഗ് കേട്ടോ. കീപ് റോസ് ഓർ കോളംസ് വിസിബിൾ വൈൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ റോ അല്ലെങ്കിൽ കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ അതും കൂടി സ്ക്രോളിനോടൊപ്പം മുകളിലേക്ക് കയറി പോകരുത്, നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫ്രീസ് പെയിൻ എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, വർക്ക്ഷീറ്റ്സ് ആർ എസെൻഷ്യൽ ടൂൾസ് ഫോർ ഡാറ്റ മാനേജ്മെൻറ്റ് ആൻഡ് അനാലിസിസ്. അപ്പോൾ ഡാറ്റ മാനേജ്മെൻറ്റിനും ഡാറ്റ വിശകലനത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂളാണ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. With the basic knowledge of data entry, formatting and formulas, you can create powerful spreadsheets for work, school or home use. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനും അതേപോലെ തന്നെ പ്രൊഫഷണൽ ആവശ്യത്തിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ്ഷീറ്റ്, എക്സൽ പോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും MS എക്സലിനെ കുറിച്ചുള്ള എഡിറ്റിംഗ്, എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളിന്ന് പഠിച്ച ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.